വേടനെ പരാമർശിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വാർത്തയിലൂടെ പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. വേടൻ കേസുകളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സീൻ ഇങ്ങനെയായിരുന്നു. കുറിച്ചൊന്നും സംസാരിക്കരുതെന്നാണ് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത്. കേസിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് സംസാരിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോടതിയുടെ ഇതിലുള്ള കേസല്ലേ, എനിക്ക് നല്ല വിശ്വാസമുണ്ട്, കുഴപ്പമൊന്നുമില്ല, നിങ്ങളെ പേടിക്കേണ്ടിരിക്കും. അദ്ദേഹം പറയുന്നത് നിങ്ങൾ ആരും പേടിക്കാണ്ടിരിക്കുക, കേസിനെ കുറിച്ച് ഒന്നും പറയരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ആരും പേടിക്കാണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് വേടൻ അവിടുന്ന് ഇറങ്ങി വരുന്നത്. സുഹൃത്തുക്കളെ, വേടൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു പാട്ടുകാരൻ ഇത്രയധികം കേസുകൾ, പാട്ടുപാടി തുടങ്ങുന്നേ ഉള്ളൂ, വർഷങ്ങളൊന്നും ആയിട്ടില്ല. പാട്ടുപാടി നമ്മുടെ ലൈംലൈറ്റിലേക്ക് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുള്ള അപ്പോഴത്തേനും കേസുകളുടെ ഒരു കൂട്ടമാണ്. അപ്പൊ വേടൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തിച്ചു, എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല് പ്രധാനമായിട്ടൊരൊറ്റ കാര്യമാണ് അംബേദ്കറിസം എന്ന് പറയേണ്ടി വരും. അംബേദ്കറിസം എന്നൊക്കെ പറയുമ്പോൾ പലർക്കും മനസ്സിലാവില്ല. ദളിതർക്ക് വേണ്ടിയിട്ട്, അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ എന്നർത്ഥം. അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടോ കോൺഗ്രസ് പാർട്ടിയോടോ BJP-യോടോ ആരും കെട്ടാൻ നിൽക്കണ്ട, ആരും കഴിയുടെ ഒരു കാര്യമില്ല. അദ്ദേഹം അംബേദ്കറിസമാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള ഈ സമയത്ത് ഇദ്ദേഹത്തിനെ നമ്മളൊരു വേറെ രീതിയിൽ നമുക്ക് വായിച്ചെടുക്കുക എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു വാർത്ത വായിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മേൽജാതിക്കാരിയെ പ്രണയിച്ച ഉത്തർപ്രദേശിലെ ദളിത് ലോക്കോ പൈലറ്റിനെ, റെയിൽവേയിൽ ജോലിയുള്ളൊരു മനുഷ്യനാണ്, ദളിതാണ്, നല്ല പയ്യൻ, എന്തൊരു സുന്ദരനായ പയ്യനാണ് നോക്കിയേ. അവൻ പ്രണയിക്കുമ്പോൾ അപ്പുറത്തുള്ള ഒരാള് ഏത് ജാതിക്കാരിയാണ്, മേൽജാതിയാണോ താഴ്ന്നജാതിയാണോ ഇതൊന്നും ആരും നോക്കാറില്ലല്ലോ. പക്ഷെ പ്രണയിച്ചു പോയി, അതൊരു മേൽജാതിക്കാരിയായിപ്പോയി. ആ ഒരു പയ്യനെ എന്താണ് ആ നാട്ടുകാർ ചെയ്തതെന്ന് അറിയാവോ? വിഷം കുടിപ്പിച്ച് കൊന്നുകളഞ്ഞു. വിഷം കുടിപ്പിച്ചു, തടഞ്ഞു നിർത്തി വിഷം കുടിപ്പിച്ചു. വാർത്ത ഇങ്ങനെയാണ്. ഉത്തർപ്രദേശ് ആസാംഗഡിൽ മേൽജാതിക്കാരിയായ യുവതിയെ പ്രണയിച്ചതിന് ദളിത് റെയിൽവേ ഉദ്യോഗസ്ഥനെ 6 പേർ ചേർന്ന് വിഷം കുടിപ്പിച്ചു കൊന്നു. ലോക്കോ പൈലറ്റായ ദുർഗേഷ് കുമാറിനെയാണ് സെപ്റ്റംബർ 6-ന് ബലം പ്രയോഗിച്ച് വിഷം നൽകി കൊന്നത്. പ്രശ്നം സംസാരിച്ച് പരിഹരിക്കാമെന്ന് പറഞ്ഞ് സംഘം ദുർഗേഷിനെ കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം മർദ്ദിച്ച് അവശനാക്കി. അക്രമത്തിനിടയിൽ ദുർഗേഷ് സഹോദരനെ വിളിച്ച് മർദ്ദനത്തെക്കുറിച്ച് പറയുകയും പ്രതികളുടെ പേര് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഓടിയെത്ത സഹോദരനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ദുർഗേഷിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. 2021 മുതൽ ലോക്കോ പൈലറ്റായി ജോലി ചെയ്യുകയായിരുന്നു ദുർഗേഷ്. ഗ്രാമത്തിലെ ഗണേഷ് യാദവ് എന്നയാളുടെ, യാദവന്മാരൊക്കെ വലിയ ജാതിക്കാരാണത്ര, എന്നയാളുടെ മകളുമായി പ്രണയത്തിലായിരുന്നു. സംഭവത്തെ തുടർന്ന് ദുർഗേഷിന്റെ കുടുംബവും നാട്ടുകാരും അസംഗ് ഗോരഖ്പൂർ ദേശീയപാത ഉപരോധിച്ച് പ്രതിഷേധിച്ചു. ഇത് പോരാ, ഇതല്ല ചെയ്യേണ്ടത്. ഈ പറയുന്ന ഈ ദുർഗേഷിന്റെ ജാതിക്കാരായിട്ടുള്ള ആളുകൾ മുഴുവൻ സംഘടിച്ച് അവിടെ മേൽജാതിക്കാർ എന്ന് പറയുന്ന ആളുകളൊക്കെ തല്ലി പരിവപ്പെടുത്തുന്ന അവസ്ഥയിലേക്കൊക്കെ മാറണം. ഇതിനൊക്കെ അടിയാണ് ഇതിനൊക്കെ ഇനിയുള്ള ഒരു മറുമരുന്ന് പറയുന്നത്, അടി. കാരണം ഈ ഒരു ടീംസിനെ വിദ്യാഭ്യാസം നൽകി അവരെ ഈ ജാതീയതൊക്കെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണമെങ്കിലേ ഇനി എത്ര വർഷം വേണ്ടി വരും? ഞാനിങ്ങനെ പറയാനേ, ഈ ജാതീയതയ്ക്കെതിരൊക്കെ നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം നന്നായിട്ട് സാംസ്കാരികമായിട്ട് സമരം നടന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെയും അയ്യങ്കാളിയുടെയും അയ്യാസ്വാമിയുടെ വൈകുണ്ഠസ്വാമികളൊക്കെ ഉള്ള ഒരു കാലഘട്ടം. അന്ന് ഫൈറ്റ് ചെയ്യുക ചെയ്തത്, അന്ന് അക്ഷരാർത്ഥത്തില് ആയുധമെടുത്ത് ഫൈറ്റ് ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. ധൈര്യപൂർവ്വം വില്ലുവണ്ടി ഓടിച്ച ആളുകളൊക്കെ ഉണ്ട്. നടക്കാൻ അനുവാദമില്ലാത്ത വഴിയിലൂടെ വില്ലുവണ്ടി ഓടിച്ച മനുഷ്യനാണ് അയ്യങ്കാളി. ഇങ്ങനെ പല ആളുകളും സമരം ചെയ്ത് ജീവൻ കൊടുത്ത് അടിയുണ്ടാക്കിയിട്ടൊക്കെ നേടിയെടുത്താണ് നമ്മുടെ പല 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 സ്വാതന്ത്ര്യം. ഇവൻ പാല് കുടിക്കാൻ പോലുള്ള സ്വാതന്ത്ര്യം പോലും അങ്ങനെ നേടിയെടുത്തതാണ്. അപ്പോ അവിടേക്ക് ഇനി അത് ആരംഭിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ അങ്ങനെ പറയുന്നത്. നോക്ക്, ഇങ്ങനെ നേടിയെടുത്തതാണ് ജാതീയത ഇല്ലാണ്ടാക്കലും മതത്തെ ഇല്ലാണ്ടാക്കലും ശ്രമം നമ്മൾ നടത്തിയിരുന്നു. അത്
ഏറെക്കുറക്കെ വിജയിച്ചു, ഒരു പകുതി മാത്രം വിജയിച്ചു നിൽക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇപ്പൊ ജാതി ഒന്നും പറയുന്നില്ല, പക്ഷെ ഉള്ളിലൂടെ ജാതി പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ആ ഒരു ലോക്കോ പൈലറ്റിനെ തല്ലിക്കൊന്നു, അല്ലെങ്കിൽ പിടിച്ച് വിഷം നിർബന്ധിച്ച് കുടിപ്പിച്ചു കൊന്നു എന്ന് നമുക്കറിയാം. മേൽജാതിക്കാരെ പ്രണയിച്ചതിനാണ് അത് ചെയ്തത്. നോക്കൂ, ഇതേ സിറ്റുവേഷൻ നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ലേ? കൊല്ലുന്നില്ല എന്നുള്ളൂ, മാനസികമായിട്ട് ഒരു ജീവിതം തകർത്ത് തരിപ്പണമാക്കില്ലേ നമ്മൾ? ഇവിടെയും വലിയ മാറ്റമൊന്നുമില്ലല്ലോ. ഒരു ജാതിക്കാരൻ വേറെ ജാതിക്കാരനൊന്ന് പ്രണയിച്ചു നോക്കി. ഒരു SC/ST പെടുന്നവൻ ഒരു നായർ അല്ലെങ്കിൽ ഒരു നമ്പൂരി സമുദായത്തിൽ പെടുന്ന ഒരാളെ പ്രണയിച്ചു നോക്കി. എന്തായിരിക്കും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കോലാഹലങ്ങൾ? അതിഭീകരമായിരിക്കും, അതിഭീകരമായിരിക്കും. അപ്പൊ വലിയ മാറ്റങ്ങളൊന്നും എവിടെയും സംഭവിച്ചിട്ടില്ല. വിഷം കൊടുത്തു കൊന്നു കഴിഞ്ഞാൽ ശിക്ഷ കിട്ടുമല്ലോ, ഇത് വളരെ പെട്ടെന്ന് പിടിക്കപ്പെടുമല്ലോ എന്നുള്ള ഭയം മാത്രമാണ്. അല്ലെങ്കിൽ ഈ പരിപാടിയൊക്കെ നമ്മുടെ കേരളത്തിൽ ഇവന്മാരൊക്കെ ചെയ്യും, ഈ ആളുകളൊക്കെ ചെയ്യും. അപ്പൊ വേടനടക്കമുള്ള ആളുകളെ ഞാൻ തുടക്കത്തിൽ പറയുന്നത്, വേടനടക്കമുള്ള ആളുകള് ഈ ഒരു ജാതീയത, ഉത്തർപ്രദേശിലൊക്കെ പരസ്യമായിട്ട് കാണുന്ന, പരസ്യമായിട്ട് ചെയ്യുന്ന ഈ ഒരു ജാതീയത, അത് രഹസ്യമായിട്ട് ഇപ്പോഴുണ്ട്. ആ രഹസ്യമായിട്ട് കേരളത്തിൽ നിൽക്കുന്ന ജാതീയത പലരെയും ഇല്ലാണ്ടാക്കുന്നുണ്ട്. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഊരു വിലക്കിയിട്ടൊക്കെ പലരെയും ഇല്ലാതാക്കുന്നുണ്ട് എന്ന് പറയാൻ ശ്രമിക്കുകയാണ് വേടനടക്കമുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അദ്ദേഹത്തെ ആ ഒരു കാരണം കൊണ്ട് സ്വതന്ത്രമായിട്ട് നമ്മുടെ കേരളത്തിൽ അദ്ദേഹം വിഹരിക്കുക തന്നെ വേണം. ഒരു വലിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് 2025 എന്നുകൂടി അദ്ദേഹത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടുമേ അതിശയോക്തിയാവില്ല എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. സുഹൃത്തുക്കളെ, ഞാൻ നിർത്തുന്നു. നിങ്ങൾ സബ് ചെയ്ത് ഒപ്പം കൂടുമെന്നുള്ള വിശ്വാസത്തോടെ ബൈ.